ധനം എല്ലാറ്റിൻ്റെയും മീതെയാണ് എന്നൊരു ചിന്ത പാടില്ല. എല്ലാറ്റിൻ്റെ മീതെ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് നമുക്ക് വേണ്ടതൊക്കെ തക്ക സമയത്ത് ദൈവം തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വിഭവങ്ങൾ വരുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. തിന്നൊടുക്കുക, അവർ തിന്നുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറുവാനായിട്ട് പാടില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സുഖലോലുപതയിലുള്ള ഒരു ജീവിതം. ഇന്ന് ലോകമെമ്പാടും അനേക വ്യക്തികളുടെ ഒരു കാഴ്ചപ്പാടിതാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്നവർ ചിന്തിക്കുന്നില്ല. നിത്യതയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം ഇതാണ്: തിന്നുക, കുടിക്കുക, സുഖിക്കുക, ആനന്ദിക്കുക. അങ്ങനെ ലോകത്തിൻ്റെ ആർഭാടങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ധാരാളം മനുഷ്യർ. അവർ ആത്മനാശത്തിലേക്കുള്ള വഴിയിലാണ്. ഹല്ലേലൂയ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു മേഖല. ഭക്ഷിക്കുന്നവൻ അല്പമോ അധികമോ ആകട്ടെ, അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു. അധ്വാനിക്കണം നമ്മൾ ജീവിതത്തിൽ. വചനം പറയുന്നുണ്ട്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. യേശു പറയുന്നു മത്തായി 11:22, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവർ, ജീവിതത്തിൻ്റെ ഭാരം വഹിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വാ, നിങ്ങൾക്ക് ഞാൻ ആശ്വാസം തരാം. അധ്വാനിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. അലസന്മാർ, മടിയന്മാർ, കാപട്യം ചെയ്യുന്നവർ, അവർ ഒന്നും ദൈവത്തിന് താല്പര്യം പോരാ. അധ്വാനിച്ച് നമ്മൾ ജീവിക്കണം. കുറുക്കു വഴിയിലുള്ള ജീവിതമല്ല, അധ്വാനിച്ച് നമ്മൾ ജീവിക്കുക. അധ്വാനിക്കുന്നതിന് സുഖനിദ്ര കിട്ടും, അത് ആരോഗ്യത്തിനും നല്ലതാണ്. എന്നാൽ അമിത സമ്പാദ്യം ധനികൻ്റെ ഉറക്കം കെടുത്തുന്നു. അമിതമായ സമ്പാദ്യം ധനികന് ഉറക്കം പോലും ഇല്ലാതാവുകയാണ്. കാരണം ഈ സമ്പത്ത് എങ്ങനെ പരിപാലിക്കും, എങ്ങനെ നിലനിർത്തും എന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് നോക്കിയേ. പണ്ട് കാലങ്ങളിലൊക്കെ വലിയ സമ്പന്നതയിൽ ജീവിച്ചു പിതാക്കന്മാരൊക്കെ. ഇന്ന് മക്കളും കൊച്ചുമക്കളുമൊക്കെ വലിയ കഷ്ടതയിൽ, ദാരിദ്ര്യത്തിലൊക്കെ കടന്നു പോകുന്ന അനേകം നല്ല നല്ല കെട്ടുറപ്പുള്ള ഫാമിലിയൊക്കെ ഉണ്ട്. സാമ്പത്തികമൊക്കെ തകർന്നുപോയി. പഴയ പ്രതാപമൊക്കെ ഉണ്ട് പറയുവാൻ, പക്ഷെ അതിനപ്പുറം ഒന്നുമില്ലാത്ത ധാരാളം കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. എന്തുപറ്റി? ദൈവത്തെ തേടാതെ സമ്പത്തിനെ മാത്രം തേടി, സമ്പത്തിൽ ആശ്രയിച്ചു. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരും. ദൈവം തരുന്ന സമ്പത്ത് ഒരിക്കലും നശിച്ചു പോകത്തില്ല, അത് തലമുറകൾക്ക് വേണ്ടി നിലനിൽക്കും. അതുകൊണ്ട് അധാർമിക വഴികളിൽ നമ്മൾ പണം സമ്പാദിക്കാനായിട്ട് പാടില്ല. മദ്യ വ്യവസായം, കഞ്ചാവ് വിറ്റ് പണമുണ്ടാക്കുക, ചാരായം വിറ്റ് പണമുണ്ടാക്കുക, മയക്കുമരുന്ന് വിറ്റ് പണമുണ്ടാക്കുക, അമിതമായ പണം പലിശയ്ക്ക് കൊടുത്ത് പണം സമ്പാദിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. മറ്റുള്ളവരെ കബളിപ്പിച്ച് നമ്മൾ പണം സമ്പാദിക്കുക, തട്ടിപ്പുകൾ നടത്തി പണം സമ്പാദിക്കുക. നമ്മളിപ്പോൾ ഒത്തിരി തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പ്, വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സമ്പന്നരുടെയും പാവപ്പെട്ടവരൊക്കെ പണം പോയതൊക്കെ പത്രങ്ങൾ വായിക്കുന്നു നമ്മൾ. അപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയൊക്കെ ഇത് കണ്ടമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു, ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. കേട്ടോ, ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. അതായത് ധനികനായി കഴിയുമ്പോൾ പിന്നെ അഹങ്കാരത്തിൻ്റെ ജീവിതമാണ്, ആഡംബരത്തിൻ്റെ ജീവിതമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാ നീ അഹങ്കരിക്കുന്നത്? എല്ലാം ദൈവം തന്നതല്ലേ? നിൻ്റെ ജോലി, നിൻ്റെ ബിസിനസ്, നിൻ്റെ സമ്പത്ത്, നിനക്കുള്ളതെല്ലാം കർത്താവിൻ്റെ ദാനമല്ലേ? അത് ദൈവത്തെ മഹത്വപ്പെടുത്തി, സമ്പത്തുള്ളവർ ഞാൻ പറയുന്നത് കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സമ്പത്ത് കൂടുതൽ ദരിദ്രർക്ക് പങ്കുവയ്ക്കണം. സമ്പത്തുള്ളവർ കൂടുതൽ സുവിശേഷത്തിന് കൊടുക്കണം, ലോകത്തിൻ്റെ നന്മയ്ക്ക് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമായിട്ട് മാറുകയാണ്. ധനികൻ തൻ്റെ സമ്പത്ത് കൊണ്ട് ആഡംബര ജീവിതം, സുഖലോലുപതയുടെ ജീവിതം, ആസക്തിയുടെ ജീവിതം
നയിക്കുകയാണ്. ആസക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജഡികാസക്തി, മദ്യാസക്തി, അങ്ങനെ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് നാശത്തിലേക്ക് കുപ്പുകുത്തുന്ന അനേക മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട്. അവസാനം എന്ത് സംഭവിക്കും? എല്ലാം നശിച്ച് തീർന്ന് കുടുംബം പോലും തകർന്നു പോവുകയാണ്. ഒരുവൻ സാഹസ യജ്ഞത്തിൽ എല്ലാം നഷ്ടപ്പെടുകയാണ്. എത്രയോ പേരുണ്ട്, എത്രയോ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പണമെല്ലാം നഷ്ടപ്പെട്ടവർ, തൻ്റെ പുത്രന് കൊടുക്കാൻ അതിൻ്റെ കൈവശം ഒന്നുമില്ലാതായി. ഇന്നിതാ മക്കൾക്ക് വേണ്ടി കൊടുക്കുവാൻ ഒരു 10 സെൻറ്റ് സ്ഥലം പോലുമില്ല. അങ്ങനെയുള്ളവരുണ്ട് ധാരാളമായിട്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ്, ഉദ്ദേശം ഒരു 2 വർഷമായി കാണും, നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകൻ എന്നെ കാണാനായിട്ട് വന്നു. ആ മകന് പറയുകയാണ്, ബ്രദറെ, ഇഷ്ടംപോലെ സമ്പത്ത്, 10-30 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പന്. പക്ഷെ അപ്പൻ ഭയങ്കര ആഡംബരചിതമായിരുന്നു. സമ്പന്നന്മാരുമായിട്ട് കൂട്ടുകെട്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ ഒരാൾക്കൊരു ബാറുണ്ടായിരുന്നു. അപ്പം അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇവർ സമ്പന്നന്മാരെ കുറിച്ച് ഒന്നിച്ചുകൂടി മദ്യപാനം ആ റൂം സ്ഥിരമായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. കൂട്ടുകെട്ട്, ആഡംബര ജീവിതം, അതിൻ്റെ കൂടെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം. ആ മകനോട് പറയുക, 42 വയസ്സ് പ്രായമുണ്ട്, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. മൂത്ത 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. ബാക്കി 4 ആണുങ്ങളുണ്ട്. ഈ മകൻ പറയുക, ഞാൻ ഇളയ മകനാണ്, അമ്മയുണ്ട്, അപ്പനുണ്ട്. അപ്പൻ ഇപ്പോഴും ആരോഗ്യമുണ്ട്. ഇപ്പോഴും പഴയ പ്രതാപത്തിലും ആഡംബരത്തിലുമാണ് അപ്പൻ്റെ ആ ജീവിതം, ആ തൻ്റെ ഇടമൊക്കെ ആയിട്ടാണ്. എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനുണ്ട്. മകൻ പറയുകയാണ്, വയസ്സ് 55 അപ്പനോടുള്ള വൈരാഗ്യം മൂലം, അപ്പൻ്റെ ഈ പ്രവൃത്തി മൂലം കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ചേട്ടൻ്റെ ജീവിതം അങ്ങനെ പോയി. ചേട്ടൻ മറ്റെവിടെ ഒരു ജോലിയൊക്കെ ആയിട്ട് ചേട്ടൻ അങ്ങനെ ജീവിക്കുന്നു. നാട്ടിലെ വലിയ പേരുകേട്ട സമ്പന്ന കുടുംബം. പക്ഷേ എല്ലാം അപ്പൻ എന്നൊരു വ്യക്തിയുടെ ദൂർത്തിൻ്റെ ജീവിതം. 10-30 ഏക്കർ സ്ഥലവും സ്വന്തം ടൗണിലൊക്കെ സ്ഥലമുണ്ടായിരുന്നു, എല്ലാം വിറ്റ് തീർത്ത് കൂട്ടുകൂടി നശിപ്പിച്ചു, എല്ലാം തീർന്നു. ഇപ്പോൾ ആകെയുള്ളത് 10 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമേ ഉള്ളൂ. ആ മകൻ പറയുകയാണ്, എൻ്റെ അപ്പൻ മൂലമാണ്, അപ്പൻ്റെ തെറ്റായ ജീവിതവും പിടിവാശിയും അഹങ്കാരമാണ് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചത്. അവൻ പറയുക, ഞാനിന്ന് ജീവിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. പ്രാർത്ഥിക്കുന്ന നല്ല സ്നേഹമയ്യായ ഒരു അമ്മയാണ് ഞങ്ങൾക്കുള്ളത്. അമ്മയെ ഓർത്ത് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുന്നു. ആ മകൻ്റെ സങ്കടമൊക്കെ ഇങ്ങനെ പങ്കുവെച്ചു. ഉണ്ടോ, ആഡംബരത്തിലും സുഖലോലുപതയൊക്കെ ജീവിച്ചാൽ മക്കൾക്ക് പോലും കൊടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ അപ്പന്മാരാണ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അപ്പന്മാരെ നിങ്ങൾ ഒന്ന് എളിമപ്പെടണം. മദ്യപിക്കുന്നൊരു മദ്യപാനം നിർത്തണം. ആഡംബരവും ഈ എന്തൊക്കെ ആണെന്നുള്ള ഒരു തോന്നലൊക്കെ ഒന്ന് വിട്ടിട്ട് എളിമയിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച് ദൈവം നിന്ന് സമ്പത്തൊക്കെ സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ശ്രദ്ധിക്കണം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ എല്ലാവരും നഗ്നനായിട്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു. നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളിവിടുന്ന് ഒന്നുമില്ലാത്തവരായിട്ട് തിരിച്ചുകൊണ്ട് ചെയ്ത നന്മകൾ മാത്രമേ നമുക്ക് കൂട്ടിന് ഉണ്ടാവത്തുള്ളൂ. അവൻ്റെ പ്രയത്നത്തിലൊന്നും അവൻ കൊണ്ടുപോകുകയില്ല. എത്ര പവൻ്റെ സ്വർണം നിൻ്റെ വീട്ടിലുണ്ടെങ്കിലും, ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലും, വലിയ വില കൂടിയ വജ്രത്തിൻ്റെ മോതിരമോ ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും നിനക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വലിയ സമ്പന്നതയിലും ആഡംബരത്തിലുമൊക്കെ ജീവിച്ച് സുഖലോലുവിലൊക്കെ ജീവിച്ചിട്ട് നീ പോകുമ്പോൾ വെറും കൈയോടെ ശൂന്യമായിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളൊന്നും നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നൊന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നന്മകളും ഒക്കെ ചെയ്യാന്നുള്ള ജീവിതകാലത്ത് എത്രമാത്രം നന്മകൾ ചെയ്യാൻ പറ്റുമോ, സൽപ്രവൃത്തി ചെയ്യാൻ പറ്റുമോ, കരുണ കാണിക്കാൻ പറ്റുമോ, അപ്പോൾ സമ്പത്തുള്ളവർ അങ്ങനെ ചെയ്യണം. അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിക്കുക. അപ്പോൾ സ്വർഗം എന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടാവണം.
ദൈവത്തെ സ്വന്തമാക്കണമെന്നുള്ളൊരു ആഴമായ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം എപ്പോഴും. ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം, സുഖലോലുപതയുടെയും ആഡംബരത്തിൻ്റെയും അത്യാർത്ഥിയുടെയും അഹങ്കാരത്തിൻ്റെയും ഒരു ജീവിതം ഒരിക്കലും നമ്മൾ നയിക്കാനായിട്ട് പാടില്ല. വിശുദ്ധിയുടെ, എളിമയുടെ ഒരു ജീവിതം, സാധാരണക്കാരോട് കരുണ കാണിക്കുന്ന, ദയ കാണിക്കുന്നൊരു ജീവിതം, തൻ്റെ സമ്പത്ത് തനിക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഒരു കരുണയുടെ മനുഷ്യൻ്റെ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകത്തില്ല. വ്യർത്ഥമായ പ്രയത്നം, ഈ ലോകത്തിലെ അനുഭവിക്കുന്ന ആകുലതകളും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച്, മറ്റുള്ളവരെ പീഡിപ്പിച്ച് ഒരു ജീവിതം നയിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. മറ്റുള്ളവരെ ഒരിക്കലും ദ്രോഹിക്കാനായിട്ട് പാടില്ല. നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം, കർത്താവ് യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കാം. ആ മുറിവിൽ ദരിദ്രരെ കണ്ടുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ സമ്പത്ത് നേടുന്ന വഴികൾ സത്യസന്ധമായിരിക്കട്ടെ. നമ്മൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ വളരെ തുറന്ന മനസ്സുള്ളവരായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സാമ്പത്തിക മേഖലകളിൽ ദൈവജനം അനുഭവിക്കുന്ന തകർച്ചകൾ മാറിപ്പോവട്ടെ, സാമ്പത്തിക തകർച്ചകൾ മാറിപ്പോവട്ടെ. കടബാധ്യതക്കാർക്ക് കർത്താവേ ഒരു വിടുതൽ കൊടുക്കണമേ. തകർന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവെ വീണ്ടും പണിയണമേ. കർത്താവേ, കരുണ വർഷിക്കണമേ, കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ലോകം മുഴുവനും കരുണയായിരിക്കണമേ. കർത്താവേ, സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തവർ, കടബാധ്യതയിൽപ്പെട്ടവർ, ഒരു നല്ല ജോലിയില്ലാത്തവർ, ജപ്തി നടപടിയിൽ ഉൾപ്പെട്ടവർ, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. കർത്താവേ, അവർക്ക് വേണ്ടി നീ വഴി തുറക്കണമേ. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്മതിയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ലഭിക്കും. കർത്താവേ, ദൈവജനത്തിന് ആവശ്യമുള്ളതെല്ലാം സമർത്ഥമായിട്ട് അങ്ങയുടെ സമ്മതിയിൽ നിന്ന് വാരിക്കോരി കൊടുക്കണമേ. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.